തുടങ്ങാം. കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത്, ഇന്നലെ പഠിപ്പിച്ച കാര്യം നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റുകളുടെ, ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥയാണ്. അതിൽ FeCl2, FeCl3 ആ രണ്ട് സംയുക്തങ്ങളിലെ അയണിന്റെ ഓക്സീകരണാവസ്ഥ കണ്ടുപിടിച്ചു. അയോണിന്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസവും എഴുതി. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തായിരുന്നോ? ഇല്ല എന്നാ എനിക്ക് തോന്നല്. MnCl2 എഴുതി തുടങ്ങിയോ? ഇല്ല. എഴുതി തുടങ്ങിയായിരുന്നു. എഴുതി തുടങ്ങിയായിരുന്നു. ഇതായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത്. ശ്രദ്ധിക്കുക. MnCl2 MnO2 മാംഗനീസ് ഡയോക്സൈഡ് ക്വസ്റ്റ്യൻ എഴുതി തുടങ്ങിയതാ. Mn2O3 Mn2O7 മാംഗനീസ് എന്ന് പറയുന്ന ഡി ബ്ലോക്ക് എലമെന്റ് കാണിക്കുന്ന, ഡി ബ്ലോക്ക് മൂലകം കാണിക്കുന്ന വ്യത്യസ്ത സംയുക്തങ്ങളാണ്. ആദ്യം പറയണം ക്ലോറൈഡാ തന്നിരിക്കുന്നത് MnCl2, അതൊക്കെ. ബാക്കി ഓക്സിജനുമായിട്ട് 3 രീതിയിൽ കമ്പൈൻ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. MnO2 Mn2O3 Mn2O7 ഈ സംയുക്തങ്ങളിലെ, ഇതായിരുന്നു ക്വസ്റ്റ്യൻ. M4 ടെക് ആ വീഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്യണേ, ഓഡിയോ മ്യൂട്ട് ചെയ്യണേ. ഈ സംയുക്തങ്ങളിൽ, അതുപോലെ നീ അടുത്ത ക്ലാസ്സിൽ പേര് മാറ്റിയിട്ടേ വരാവൂ. പല ആവർത്തി പറഞ്ഞു. ഈ സംയുക്തങ്ങളിലെ ഈ സംയുക്തങ്ങളിലെ മാംഗനീസിന്റെ ഓക്സീകരണാവസ്ഥ കണ്ടെത്തണം. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ സംയുക്തങ്ങളിലെ മാംഗനീസിന്റെ ഓക്സീകരണാവസ്ഥ കണ്ടെത്തണം. മാംഗനീസിന്റെ ഓക്സീകരണാവസ്ഥ കണ്ടെത്തി ഈ സംയുക്തങ്ങളിലൊക്കെ മാംഗനീസ് അയോൺ ആയിരിക്കും എന്നിരിക്കുക. ഈ സംയുക്തങ്ങളിലെ മാംഗനീസിന്റെ ഓക്സീകരണാവസ്ഥ കണ്ടെത്തി ഇതിന്റെ ഓക്സീകരണാവസ്ഥ കണ്ടെത്തണം. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്സീകരണാവസ്ഥ കണ്ടെത്തി ഈ സംയുക്തങ്ങളിലെ മാംഗനീസ് അയോണിന്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതണം. മാംഗനീസ് അയോൺ ഈ സംയുക്തങ്ങളിൽ മാംഗനീസ് ആയിട്ടല്ല നിൽക്കുന്നത്, മാംഗനീസിന്റെ പോസിറ്റീവ് ചാർജുള്ള അയോൺ ആയിട്ടായിരിക്കും നിൽക്കുക. ഇതിൽ പോസിറ്റീവ് ചാർജുള്ള അയോണാണ്. ഇതിലും എല്ലാം പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത അയോൺ ആയിട്ടായിരിക്കും നിൽക്കുക. അപ്പൊ അങ്ങനെ ഈ മാംഗനീസ് അയോണിന്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം കണ്ടെത്തി എഴുതണം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ ഓരോന്ന്, മാംഗനീസിന്റെ ഓക്സീകരണാവസ്ഥ കണ്ടെത്തി, മാംഗനീസ് അയോണിന്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ക്വസ്റ്റ്യൻ എഴുതാത്തവർ ഇനിയും ഉണ്ട് എങ്കിൽ ആ ക്വസ്റ്റ്യൻ ഒന്ന് ഓടിച്ചെഴുതുക, സ്പീഡിൽ എഴുതുക. എന്താ ക്വസ്റ്റ്യൻ? എന്താ ക്വസ്റ്റ്യൻ? MnCl2 നോക്കിയ ബോർഡേ കൊടുത്തിട്ടുണ്ട്. MnO2 Mn2O3 Mn2O7 എന്നീ സംയുക്തങ്ങളിലെ മാംഗനീസിന്റെ ഓക്സീകരണാവസ്ഥ കണ്ടെത്തി മാംഗനീസ് അയോണിന്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ഒന്നും കൂടെ പറയാം, സ്പീഡിൽ എഴുതുക. MnCl2 MnO2 Mn2O3 Mn2O7 എന്നീ സംയുക്തങ്ങളിലെ മാംഗനീസിന്റെ ഓക്സീകരണാവസ്ഥ കണ്ടെത്തി മാംഗനീസ് അയോണിന്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻ ആണെന്നാണ് എന്റെ ഒരു തോന്നൽ, അതുകൊണ്ട് സ്പീഡിൽ ഓടിച്ച് പറഞ്ഞതാണ്. നോക്കൂ, ഇത് കണ്ടെത്തണമെങ്കിൽ 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, ഹാലജന്റെ ഓക്സീകരണാവസ്ഥ നമുക്കറിയാം -1 ആണ്, അഥവാ ക്ലോറിന്റെ ഓക്സീകരണാവസ്ഥ -1 ആണ്. അതിന് മാറ്റമില്ല. ക്ലോറിന്റെ ഓക്സീകരണാവസ്ഥ -1 ആണ്. ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥ -2 ആണ്. ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥക്കും മാറ്റമില്ല. ഓക്സിജന്റെ ഒരു സംയുക്തത്തിലെ ഓക്സീകരണാവസ്ഥ -2 ആണ്. അതാണ് ഞാൻ സീഡിൽ എഴുതിയത്. എന്നിട്ട് ഞാൻ മാംഗനീസ് ക്ലോറൈഡ് എന്ന് പറയുന്ന ആദ്യത്തെ കഥാപാത്രം, ആദ്യത്തെ സംയുക്തത്തെ എടുത്തു, MnCl2 എടുത്തു. ഇതില് ഒരാളുടെ ഓക്സീകരണാവസ്ഥ നമുക്കറിയാം, മാംഗനീസിന്റെ ഓക്സീകരണാവസ്ഥ നമുക്കറിയത്തില്ല. ക്ലോറിന്റെ ഓക്സീകരണാവസ്ഥ -1 ആണെന്നറിയാം, അത് ക്ലോറിന്റെ മുകളിൽ എഴുതി. ഇനി ശ്രദ്ധിക്കോ, മാംഗനീസിന്റെ ഓക്സീകരണാവസ്ഥയാണ് നമുക്കറിയാത്തത്, അത് കണ്ടെത്തണം. അതിന് നമുക്ക് X എന്ന് കൊടുക്കാം. ഗണിതത്തിൽ മാത്സിൽ X എന്ന് കൊടുക്കുന്നത് പോലെ ഇവിടെ X എന്ന് കൊടുക്കാം. അപ്പൊ നോക്കൂ, എങ്ങനെയാ കൊടുക്കുക? ഒരു മാംഗനീസിന്റെ ഓക്സീകരണാവസ്ഥ, മോനെ അനന്തു വീഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്യടാം. ഒരു മാംഗനീസിന്റെ ഓക്സീകരണാവസ്ഥ X. 2, ആകെ ഓക്സീകരണാവസ്ഥകളുടെ തുക 0. ടോട്ടൽ ഓക്സീകരണാവസ്ഥകളുടെ തുക 0 ആയിരിക്കും. ഇതിന്റെ ഓക്സീകരണാവസ്ഥ പ്ലസ് അടുത്ത ക്ലോറിന്റെ ആകെ ഓക്സീകരണാവസ്ഥ രണ്ടും കൂടെ കൂട്ടിയാൽ 0 കിട്ടും. അപ്പൊ മാംഗനീസിന്റെ ഓക്സീകരണാവസ്ഥ X ആണ്, പ്ലസ് ഒരു ക്ലോറിന്റേതാണ് -1, 2 ക്ലോറിന്റേത് വരുമ്പോൾ -2, ഒരാളുടേത് -1 അടുത്ത ആളുടേത് -1, അപ്പൊ രണ്ടും കൂടെ കൂട്ടിയാൽ -2 എന്ന് വരും.
ഇങ്ങനെ ഗുണിച്ചാൽ മതി. -1 × 2 ഇതാണ് 2 ക്ലോറിന്റെ ഓക്സീകരണാവസ്ഥ. മാംഗനീസിന്റേത് പ്ലസ് 2 ക്ലോറിന്റെ ഓക്സീകരണാവസ്ഥ ദാറ്റ് ഈസ് ഈക്വൽ ടു, അത് രണ്ടും കൂടെ കൂട്ടിയാൽ 0. x -2 സമം 0, x സമം +2, x സമം +2. അപ്പൊ ഈ സംയുക്തത്തിലെ മാംഗനീസിന്റെ ഓക്സീകരണാവസ്ഥ എത്ര കിട്ടി? +2 കിട്ടി. കൂടെ എഴുതിപ്പോരണേ. MnCl2 എന്ന സംയുക്തത്തിലെ മാംഗനീസിന്റെ ഓക്സീകരണാവസ്ഥ +2, Mn+2. Mn+2 അയോൺ ആയിട്ടാണ് ഈ സംയുക്തത്തിൽ മാംഗനീസ് നിൽക്കുക. ഇത് ഊഹിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഊഹിച്ച് കണ്ടുപിടിക്കുന്ന മാർഗമാണ് ഈ പറയുന്നത്. ഊഹിച്ച് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കൂ. ഞാൻ ഇപ്പറേ എഴുതി. ക്ലോറിന്റെ ഓക്സീകരണാവസ്ഥ -1 ആണ്. അപ്പൊ 2 ക്ലോറിന്റെ ഓക്സീകരണാവസ്ഥ -2 വരും. ടോട്ടൽ 0 വരണമെങ്കിൽ മാംഗനീസിന്റെ ഓക്സീകരണാവസ്ഥ എത്ര വരണം? +2 വരണം. ഇവിടെ ഒരാളുടേത് -1, 2 ക്ലോറിന്റെ വരുമ്പോൾ -2, ഇവിടെ -2 വന്ന് കിട്ടി. അപ്പൊ തിരിച്ച് മാംഗനീസിന്റെ എത്ര വരണം? 0 വരണമെങ്കിൽ +2 വരണം. അപ്പൊ മാംഗനീസിന്റെ ഓക്സീകരണാവസ്ഥ നമ്മൾ മറ്റൊരു രീതിയിൽ കണ്ടെത്തി. മാംഗനീസിന്റെ ഓക്സീകരണാവസ്ഥ +2 ആണ്. 1 മിനിറ്റ്, ഞാൻ ടെസ്റ്റർ ഒന്ന് എടുത്തോട്ടെ. അപ്പൊ ഇവിടെ നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതണം. എന്താണ്? MnCl2 മാംഗനീസിന്റെ ഓക്സീകരണാവസ്ഥ സമം +2. ഇത്ര എഴുതിയോ? എഴുതാത്തവരാരും ഇല്ലല്ലോ. കൂടെ വന്നം കേട്ടാ. ഞാൻ എപ്പോഴും എഴുതണമെന്ന് പറയത്തില്ല. കൂടെ മനസ്സിലാക്കി വന്നോളണം. ഒരു നിമിഷം ഞാൻ തരും. ആ സമയത്തിനുള്ളിൽ നിങ്ങൾ എഴുതണം. അപ്പം നമുക്ക് ഇനി സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതണം. മാംഗനീസിന്റെ അറ്റോമിക് നമ്പർ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഇന്നലെ തന്നായിരുന്നു. അറ്റോമിക് നമ്പർ 25 ആണ്. ആദ്യം മാംഗനീസിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതണം. ആദ്യം മാംഗനീസിന്റെ എഴുതണം. മാംഗനീസിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എഴുതാനായിട്ട്. എങ്ങനെയാ? 1s2, 2s2, 2p6, 3s2, 3p6, 3d4s. ടോട്ടൽ 25 ഇലക്ട്രോൺ ആണ്. 2, 4, 10, 12, 18, 25. 2 എണ്ണം 4s വെക്കും, ബാക്കി 5 എണ്ണം 3d വെക്കും. ഉണ്ടോ? 4s കഴിഞ്ഞിട്ടാ 3d വെക്കേണ്ടത്. ഇനി നോക്കൂ, MnCl2 എന്ന് പറയുന്ന സംയുക്തത്തിൽ മാംഗനീസ് അല്ല, മാംഗനീസിന്റെ അയോൺ ആണ്. +2 ഓക്സീകരണാവസ്ഥയിലുള്ള 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത +2 ഓക്സീകരണാവസ്ഥയിലുള്ള മാംഗനീസ് അയോൺ ആണ്. അപ്പൊ ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറയുമ്പോൾ ഇത് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കണം. എവിടെ നിന്ന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും? ബാഹ്യതമ ഷെല്ലിൽ നിന്നും. എവിടെ നിന്ന്? ഏറ്റവും പുറമേയുള്ള ബാഹ്യതമ ഷെല്ലിൽ നിന്നുമാണ് ആ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക. ഇതല്ലേ 4s അല്ലേ ബാഹ്യതമ ഷെല്ല്? ഒന്നാമത്തെ ഷെല്ല് ഉള്ളിലുള്ള ഷെല്ല്, പിന്നെ 2, പിന്നെ 3, പിന്നെ 4. ഏറ്റവും പുറത്ത് 4ാമത്തെ ഷെല്ലല്ലേ? അപ്പൊ എന്ത് വരും? 1s2, 2s2, 2p6, 3s2, 3p6, 3d. ഏറ്റവും അവസാനം എഴുതിയത് 4s ആ. 4ാമത്തെ ഷെല്ല് അതാ. അവിടെ നിന്നും ആ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക. അപ്പൊ പിന്നെ ഈ ഷെല്ല് എഴുതണ്ട. 4s 0 നമ്മൾ എഴുതാറുണ്ടോ? ഇല്ല. ഇതാണ് ആ സംയുക്തത്തിലെ മാംഗനീസിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. കാരണം ആ സംയുക്തത്തിൽ മാംഗനീസ് ആയിട്ടല്ല നിൽക്കുന്നത്, Mn+2 ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അത്തരത്തിൽ എഴുതണം. എഴുതിയോടോ? എഴുതി മനസ്സിലാക്കിയാണ് എഴുതിയത് അല്ലെ? അടുത്തതിലോട്ട് ഞാൻ പോയേനെ. MnCl2 കഴിഞ്ഞു. അടുത്തയാള് നമ്മുടേത്. അടുത്തയാൾ എന്താണ്? MnO2 മാംഗനീസ് ഡയോക്സൈഡ്. എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം നമുക്ക് മാംഗനീസിന്റെ ഓക്സീകരണാവസ്ഥ കണ്ടെത്തണം. എന്നിട്ട് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറ്റൂ. അപ്പൊ ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥ നേരത്തെ പോലെ തന്നെ കണ്ടുപിടിക്കുകയാണ്. ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥ അറിയാം, -2 ആണ്. അത് ഓക്സിജന്റെ മുകളിൽ എഴുതി. മാംഗനീസിന്റേതാണ് കണ്ടുപിടിക്കേണ്ടത്. X എന്ന് കൊടുക്കാം. ഇനി രണ്ടാമത്തെ കാര്യം, ടോട്ടൽ ഓക്സീകരണാവസ്ഥ 0. ടോട്ടൽ എത്രയാണ്? 0. മാംഗനീസിന്റേത് X പ്ലസ് ഒരു ഓക്സിജന്റേതാണ് -2. അപ്പൊ രണ്ടുപേരുടേത് നമുക്ക് വേണമെങ്കിൽ -4 എന്ന് ഒറ്റയടിക്ക് എഴുതാം. അങ്ങനെ എഴുതാവേ, -4 എന്ന് ഒറ്റയടിക്ക് എഴുതാം. അല്ലെങ്കിൽ വേണ്ട, -2 × 2. ഇത് തമ്മിൽ ഗുണിച്ചാൽ മതി. ഇവിടത്തെ ആയിട്ട് ഗുണിച്ചാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. X -4 സമം 0. X സമം -4 അപ്പുറത്തോട്ട് പോകും, +2.
അപ്പൊ +4 സോറി -4 ഇവിടെ -4 ആ. സമചിഹ്നത്തിന്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ +4 ആയിട്ട് മാറും. x സമം +4. അപ്പൊ ഈ സംയുക്തത്തിലെ മാംഗനീസ് അയോണിന്റെ ഓക്സീകരണാവസ്ഥ എത്രയാണ്? +4 ആണ്. അപ്പൊ നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതണം MnO2 എന്ന സംയുക്തത്തിലെ മാംഗനീസിന്റെ ഓക്സീകരണാവസ്ഥ സമം +4. അല്ലെങ്കിൽ ഊഹിച്ച് കണ്ടുപിടിക്കാം. MnO2 എന്ന് എഴുതുക. ഇവിടെ -2 അല്ലേ? 2 -2 വരുമ്പോൾ -4 വരും. ഓക്സിജന്റേത് -4 ടോട്ടൽ വരും. അപ്പൊ മാംഗനീസിന്റെ നേരെ തിരിച്ച് +4 വരണം. അങ്ങനെ ഊഹിച്ചും കണ്ടുപിടിക്കാം. x സമം +4 ആണെന്ന് കിട്ടി. അതായത് ഈ സംയുക്തത്തിലെ മാംഗനീസ് അയോണിന്റെ ഓക്സീകരണാവസ്ഥ +4 ആണ്. എഴുതി. ഇനി നമുക്ക് എഴുതാനുള്ളത് എന്താണെന്ന് അറിയാമോ? ഇനി സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാം. മാംഗനീസിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ ഇത്രയും നേരം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ബോർഡെ തുടച്ചതാ. നിങ്ങൾ എഴുതി തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ കിടപ്പുണ്ട്. ഇതാ 1s2 2s2 2p6 3s2 3p6 3d5 4s2. ഇതാണ് മാംഗനീസിന്റേത്. പക്ഷെ ഇവിടെ മാംഗനീസ് അല്ല, Mn+4 ആണ്. Mn+4 ആണ്. അതായത് ഈ മാംഗനീസ് 4 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് Mn+4 ആയിട്ട് മാറി. ആ രീതിയിലാണ് നിൽക്കുന്നത്. 4 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത അവസ്ഥയാണ് ഈ സംയുക്തത്തിൽ. നോക്കൂ, 4 ഇലക്ട്രോണിനെ എവിടെ നിന്ന് എങ്ങനെ വിട്ടുകൊടുക്കും? ആദ്യം ബാഹ്യതമ ഷെല്ലിൽ നിന്ന് വിട്ടുകൊടുക്കും. ബാഹ്യതമ ഷെല്ലിൽ വിട്ടുകൊടുക്കാനായിട്ട് 2 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ ഇവിടെ നിന്നും 2 പോയി. ബാക്കി 2 എണ്ണം അടുത്ത ഷെല്ലിൽ നിന്ന് വിട്ടുകൊടുക്കണം. അപ്പൊ വരുന്ന ഇലക്ട്രോൺ വിന്യാസം ഇതല്ലേ? 1s2 2s2 2p6 3s2 3p6. ഇവിടെ നിന്നും 2 പോയി. ഇവിടെ നിന്നും 2 പോയി. അപ്പൊ 3d5ൽ നിന്നും 2 പോയാൽ 3d3 ആണ്. ഇതാണ് ഈ സംയുക്തത്തിലെ മാംഗനീസിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. മാംഗനീസ് അയോണിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതിയോ? ഇല്ല സാർ, വീഡിയോ ക്ലിയർ ആകുന്നില്ല. ആ വീഡിയോ ക്ലിയർ ആകാത്തത് ഒരു പക്ഷേ നിങ്ങളുടെ നെറ്റ് പ്രോബ്ലം ആയിരിക്കും. ക്ലിയർ ആണ് സാറേ. അല്ല സാറേ, എനിക്ക് ക്ലിയർ ആകുന്നില്ല. ഇവിടുത്തെ എന്താണെന്നറിയാവോ, നമ്മുടെ നെറ്റ് എത്ര സ്ട്രെങ്ത് ആണോ അതിനനുസരിച്ചിട്ട് വീഡിയോ ക്ലിയർ ആവും. മാത്രമല്ല നിങ്ങൾ പിൻ ചെയ്ത് വ്യൂ ഫുൾ സ്ക്രീനിൽ കാണണം. ഇത് മാത്രമല്ല നിങ്ങളുടെ വീട്ടിലെ നെറ്റിന്റെ ഒരു സൗകര്യം അതിന് പ്രാധാന്യമാണ്. എത്ര നെറ്റ് ഉണ്ടോ അത്രയും ക്ലിയർ ആയിട്ട് കാണും. എഴുതിയോ? MnO2 എഴുതിയല്ലോ. അടുത്തത് MnO2 കഴിഞ്ഞാൽ അടുത്ത ആരാന്നറിയാമോ? Mn2O3. Mn2O3 ഞാൻ നിങ്ങളുടെ നോട്ടിൽ തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ Mn2O3 എന്ന് തന്നിട്ട് ആൻസറിൽ Mn2O4 ചെയ്തു വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് നേരത്തെ ഒരു നോട്ട് ഞാൻ തന്നിട്ടുണ്ട്. അതിൽ ക്വസ്റ്റ്യനിൽ Mn2O3 എന്ന് തന്നു. പക്ഷെ ഞാൻ അറിയാതെ ചെയ്തു വന്നപ്പോ Mn2O4 എന്ന് എഴുതിയാണ് ചെയ്തത്. ക്വസ്റ്റ്യൻ തന്നത് അതെ, പക്ഷെ ആൻസറിൽ ചെയ്തു വന്നപ്പോ Mn2O4 ആയിട്ടാണ് ഞാൻ ചെയ്തത്. ഒന്നുകിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ Mn2O4 എന്നാക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ആ ആൻസറിൽ Mn2O3 ആയിട്ട് ചെയ്യണം. Mn2O3 ആയിട്ട് ചെയ്യണം. ഇതേപോലെ തന്നെ ഞാനിപ്പോ എന്തുവന്നാലും Mn2O3 ചെയ്യിക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കാം Mn2O3 എങ്ങനെയാണെന്ന്. എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം ഊഹിച്ചൊന്ന് കണ്ടുപിടിക്കാം. നേരത്തെ തിരിച്ചല്ലേ കണ്ടുപിടിച്ചത്? ഇവിടെ ആദ്യം ഊഹിച്ചൊന്ന് കണ്ടുപിടിക്കാം. പറയടെ ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥ എത്രയാണ്? -2. അപ്പൊ ഒരു ഓക്സിജന്റേതാണ് -2. 3 ഓക്സിജന്റേതോ? 26 -6 അല്ലെ? -6. അപ്പം തിരിച്ചു മാംഗനീസിന്റെ ഇവിടെ +6 വരണം. തിരിച്ചു മാംഗനീസിന്റെ +6 വരണം. അത് പക്ഷേ 2 മാംഗനീസിന്റേതാണ് +6. ഒരു മാംഗനീസ് അല്ല ഇവിടെ. എത്ര മാംഗനീസ് ഉണ്ട്? 2 മാംഗനീസിന്റേതാണ് +6. അപ്പൊ ഒരാൾക്ക് എത്ര വരണം? 3. 3 അല്ലേ? അപ്പോഴല്ലേ 26 +6 -6 ക്യാൻസൽ ആയി പോയത്. അപ്പൊ മാംഗനീസിന്റെ ഇവിടെ +3 ആണ്. 26 +6 ആയി. 26 -6 ആയി ക്യാൻസൽ ചെയ്തു പോയി. അല്ലാതെ ഇവിടെ +6 കൊടുത്താൽ തെറ്റും. അപ്പൊ +12 ആയി പോകും. തെറ്റും. ടോട്ടൽ 0 വരത്തില്ല. ഇത് ഊഹിച്ച് കണ്ടുപിടിക്കുന്നത് ആദ്യം പറഞ്ഞു. ഇനി വേണമെങ്കിൽ ആവശ്യമാണെങ്കിൽ നിങ്ങൾ ഊഹിച്ച് കണ്ടുപിടിച്ചാലും മതി. ടെക്സ്റ്റിൽ ഈ കണ്ടുപിടിക്കുന്ന മാർഗം ഒന്നും കൊടുത്തിട്ടില്ല x ഉപയോഗിച്ച്. അതുകൊണ്ട് നിങ്ങൾക്ക് ആൻസർ എഴുതുമ്പോൾ ഊഹിച്ച് കണ്ടുപിടിച്ച് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെയും ചെയ്യാം. ഓക്കെ, അതുകൊണ്ടാണ് ഊഹിക്കുന്ന കാര്യം കൂടെ പറഞ്ഞത്. Mn2O3 എന്ന് ഞാൻ എഴുതി. -2 കൊടുത്തു. ഇവിടെ x കൊടുത്തു. രണ്ടും ഒരേ ആള് തന്നെയാണ്. ഇത് ഗണിതപരമായിട്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ.
ടോട്ടൽ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ 2x, ഇവിടെ 2x. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് തമ്മിൽ ഗുണിച്ചേക്കുക, ഡയറക്റ്റ് ഗുണിച്ചേക്കുക. 2x മൈനസ് 6 സമം 0. 2x 3 2 6 മൈനസ് 6 ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 0. ഒറ്റടിക്ക് എഴുതി. 2x സമം മൈനസ് 6 അപ്പുറത്തോട്ട് പോയാൽ പ്ലസ് 6. അപ്പൊ 2x ആണ്. x ഇവിടെ ഗുണിക്കാനുള്ളതാ. 2x എന്ന് പറഞ്ഞാൽ 2ഉം x ഉം കൂടെ ഗുണിക്കാനാ. അപ്പൊ ഇപ്പുറത്തോട്ട് ഈ x കണ്ടുപിടിക്കാനായിട്ട് ഈ 2നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നു, സമചിഹ്നത്തിന്റെ അപ്പുറത്തോട്ട്. ഇവിടെ ഗുണിക്കാനുള്ള 2 അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ ഹരിക്കാൻ വരും. അപ്പൊ 6/2 വരും. അപ്പുറത്തോട്ട് 2 പോയി, x മാത്രമായി 2 അപ്പുറത്തോട്ട് പോയി. 6/2 എന്ന് പറഞ്ഞാൽ 3 ആണ്. 6ന്റെ പകുതിയാണ് 3 ആണ്. അപ്പൊ ഈ സംയുക്തത്തിലെ Mn2, അപ്പൊ ആൻസർ ആയിട്ട് എഴുതണം Mn2O3 എന്ന സംയുക്തത്തിലെ മാംഗനീസ് അയോണിന്റെ ഓക്സീകരണാവസ്ഥ സമം +3. കണ്ടോ? Mn2O3 എന്ന സംയുക്തത്തിലെ മാംഗനീസ് അയോണിന്റെ ഓക്സീകരണാവസ്ഥ സമം +3 എന്ന് ആൻസർ ആയിട്ട് നിങ്ങൾ എഴുതണം. ഊഹിച്ച് കണ്ടുപിടിച്ച് വേണേലും എഴുതാം. പക്ഷെ അതും ആ ഊഹിക്കുന്ന മാർഗവും ഒന്ന് കാണിച്ചേക്കണം. ഇത് ഇങ്ങനെ കാണിച്ചേക്കണം ഊഹിക്കുന്ന മാർഗം. എങ്ങനെ? ആൻസറിൽ Mn2O3 എന്ന് നിങ്ങൾ എഴുതിയിട്ട് ഇവിടെ -2 കൊടുക്കുക, അപ്പൊ -6. ഇപ്പൊ ഇവിടെ +3 കൊടുക്കുക. ആ രീതിയിൽ ഒന്ന് കാണിച്ചേക്കണം. അതിലൊരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചെയ്തോ? എഴുതി. അടുത്തത് മാംഗനീസ്. ഇതിന്റെ എഴുതി ഓക്സീകരണാവസ്ഥ നമ്മൾ x = 3 എന്ന് എഴുതി. ഓക്സീകരണാവസ്ഥ കണ്ടുപിടിച്ച് വെച്ചു. പക്ഷേ നമുക്ക് സബ്സ്റ്റേറ്റ് ഇലക്ട്രോൺ വിന്യാസം കൂടെ എഴുതണം. മാംഗനീസിന്റെ സബ്സ്റ്റേറ്റ് ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതിയിട്ടുണ്ട്, നേരത്തെ എഴുതിയിട്ടുണ്ട്. 1s2 2s2 2p6 3s2 3p6 3d5 4s2 എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ Mn +3 ആ. ഈ സംയുക്തത്തിൽ എന്താണ്? Mn എന്താണ്? +3 ആണ്. 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കണം. +3 എന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കണം? 3 ഇലക്ട്രോണിനെ. എങ്ങനെ വിട്ടുകൊടുക്കും? ഇവിടെ നിന്ന് 2 പോകും, ഇവിടെ നിന്ന് 1 പോകും. 2 1 3 പോയത് കണ്ടോ? അപ്പൊ ഇങ്ങനെ വരും 1s2 2s2 2p6 3s2 3p6 3d4. കണ്ടോ? ഇപ്പം ഈ ഡി ബ്ലോക്ക് മൂല്യങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ ബാഹ്യതമ ഷെല്ലിൽ നിന്നും വിട്ടുകൊടുക്കും, ഉള്ളിലുള്ള ഡി സബ് ഷെല്ലിൽ നിന്നും വിട്ടുകൊടുക്കും. ബാഹ്യതമ സബ് ഷെല്ലിൽ നിന്നും വിട്ടുകൊടുക്കും, ഉള്ളിലുള്ള ഡി സബ് ഷെല്ലിൽ നിന്നും വിട്ടുകൊടുക്കും. അതാണ് തൽക്കാലം റഫ് നോട്ടിൽ എഴുതിയിട്ട് നോട്ട് ബുക്കിലോട്ട് എഴുതിയാ പോരെ? മതി. തൽക്കാലം റഫിൽ എഴുതിയിട്ട് നോട്ട് ബുക്കിലോട്ട് എഴുതിയാൽ മതി. ഇങ്ങനെ 2 പ്രാവശ്യം എഴുതാൻ പറയുന്നത് ഒന്നും കൂടെ പഠിക്കാൻ വേണ്ടി കൂടെയാണ്. മനസ്സിലായോ? അങ്ങനെയാണേലും മതി. ഇത് എഴുതണം, ഇത് എഴുതി കൂടെ വന്നണം. നമ്മൾ എഴുതി പഠിക്കേണ്ട കാര്യമായി ഇത്. എഴുതി കഴിഞ്ഞു സാർ. Mn2O3 ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒരു ജസ്റ്റ് 1 മിനിറ്റ് തരാം. Mn2O7 കണ്ടുപിടിക്കാവോ ഇതേപോലെ? അടുത്ത 4ാമത്തെ സംയുക്തം തന്നത് Mn2O7 അല്ലേ? ഒന്ന് പെട്ടെന്നൊന്ന് കണ്ടുപിടിച്ച നിങ്ങൾ Mn2O7. ഞാൻ ആൻസർ ചോദിക്കും, വീഡിയോ കാണിക്കാൻ പറയും. 1 മിനിറ്റ്. എഴുതി സാർ. യെസ് മോളെ. ആലിയ കിട്ടിയോ? എത്ര കിട്ടി? കറക്റ്റ് അല്ലെ? ഇത് ഊഹിച്ച് കണ്ടുപിടിക്കാം. നമുക്ക് ഡയറക്റ്റ് x ഒന്നും എഴുതണ്ട, വേണം ഊഹിച്ച് കണ്ടുപിടിക്കാം. ഇവിടെ -2 ആ ഓക്സിജന്റെ. അപ്പൊ ഇത് -14 വന്നു. ഇത് എത്ര വന്നു ടോട്ടൽ? -14 വന്നു. അപ്പൊ ഇവിടെ +14 വരണം. ഇവിടെ +14 വരണമെങ്കിൽ ഇവിടെ നേരെ +7 അല്ലേ വരേണ്ടത്? പകുതി വന്നാൽ മതി, കാരണം ഇവിടെ 2 എണ്ണം ഉണ്ട്. +14 വരണം. 2 പേർക്കാണ് +14. ഒരാൾക്ക് അപ്പൊ പകുതിയല്ലേ? ഒരാൾക്ക് പകുതിയാണ്.
അല്ലേ? 14ന്റെ 2 + 7. ഞാൻ ഇനി അതൊന്നും കണ്ടുപിടിക്കുന്നില്ല. ഇനി mn + 7ന്റെ കണ്ടുപിടിച്ചാൽ പോരെ. mn + 7ന്റേത് എങ്ങനെ 7 ഇലക്ട്രോണിനെയും വിട്ടുകൊടുക്കണം. അപ്പൊ വരും 1s2 2s2 2p6. അതുകൂടെ കണ്ടുപിടിച്ചോ. 3s2 3p6 അല്ലേ? ആക്ച്വലി mn ഇതാ 3d5 4s2 ആണ്. mn 3d5 4s2 ആണ്. mn + 7 എന്ന് പറഞ്ഞാൽ 5 2 7 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കണം. അപ്പൊ ഇത് കണ്ടുപിടിക്കണ്ട. ദാറ്റ്സ് ഓക്കെ. ഗെറ്റ് ഇറ്റ്. അത് കിട്ടി നമുക്ക്. ഇതാണ് ആൻസർ. ഓക്കെ, തുടക്കാലോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഊഹിച്ച് കണ്ടുപിടിക്കുന്നതും തെറ്റില്ല. പക്ഷെ നമ്മളുടെ രീതി ഇതാണ് കേട്ടോ. ഇങ്ങനെ ഓക്സീകരണാവസ്ഥ എഴുതി കണ്ടുപിടിക്കുന്നതാണ്. അത് നിങ്ങൾ 9ാം ക്ലാസ്സിലും പഠിക്കുന്നതാണ്. അപ്പം എസ് ബ്ലോക്ക് കഴിഞ്ഞു, പി ബ്ലോക്ക് കഴിഞ്ഞു, ഡി ബ്ലോക്ക്. ഡി ബ്ലോക്കിലെ മൂലകങ്ങളുടെ അടുത്തൊരു പ്രത്യേകത കൂടെയുണ്ട്. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ലാസ്റ്റത്തെ പ്രത്യേകതയാണ് അവ നിറമുള്ള സംയുക്തങ്ങൾ നൽകുന്നു. നിറമുള്ള സംയുക്തം എന്ത് തരും? നിറമുള്ള സംയുക്തങ്ങൾ നൽകും. ഈ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ സംയുക്തങ്ങൾക്ക് മിക്കവയ്ക്കും നിറമുണ്ട്. ഉദാഹരണം, ഒരു ഡി ബ്ലോക്ക് മൂലകമാണ് കോപ്പർ. അതിന്റെ ഒരു സംയുക്തമാണ് കോപ്പർ സൾഫേറ്റ് എന്ന് പറയും. കോപ്പർ സൾഫേറ്റ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ തുരിശ് എന്ന് പറയുക. തെങ്ങിനൊക്കെ മരുന്നടിക്കാൻ ഉപയോഗിക്കുന്ന ബോർഡോ മിശ്രിതത്തിൽ ഉപയോഗിക്കുന്ന തുരിശ് ഇതാണ്. തുരിശിന്റെ കളർ എന്താ പറ? പറക്കോട്ടിന്റെ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ പറ്റും. ബ്ലൂ കളറാണ്. നീലയാ, ബ്ലൂ കളറാണ്. അതുപോലെ മറ്റൊരു സംയുക്തം എഴുതാൻ പോയി ഫെറസ് സൾഫേറ്റ്. അയണിന്റെ സംയുക്തമാണ് ഫെറസ് സൾഫേറ്റ്. ഇതിന്റെ കളർ ഗ്രീൻ കളറാണ്. ഇതിന്റെ കളർ എന്താണ്? ഗ്രീൻ കളറാണ്. അടുത്ത മറ്റൊരു ഇതിന് ഓർത്തിരുന്നാൽ മതി ജസ്റ്റ് ഒന്ന്. അടുത്ത മറ്റൊരു സംയുക്തം എഴുതാൻ പോയാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഇത് നിങ്ങൾ സ്കൂളിലെ ലാബിലൊക്കെ ഉണ്ട്. നമ്മുടെ UP-യിൽ ഞാൻ ഇത് എപ്പോഴോ പഠിപ്പിച്ചപ്പോൾ കാണിച്ചിട്ടുണ്ടെന്നാണ് ഓർക്കുന്നത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയും. അത് മാംഗനീസിന്റെ സംയുക്തമാണ്. ഇപ്പൊ എഴുതിയ മാംഗനീസിന്റെ സംയുക്തമാണ്. അതിന്റെ ഫോർമുല വരിക KMnO4 എന്നാ. KMnO4 പൊട്ടാസ്യം, KMnO4 പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഇതിന്റെ കളർ പിങ്ക് കളറാണ്. നല്ല പിങ്ക് കളറുള്ള സാധനമാണ്. അതുപോലെ വേറൊരെണ്ണം ഉണ്ട്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉണ്ട്. അതിന് ഓറഞ്ച് കളറാണ്. അപ്പൊ മിക്ക ഡി ബ്ലോക്ക് മൂലകങ്ങളുടെയും സംയുക്തങ്ങൾ, എടാ ഹാഷിമെ മ്യൂട്ട് ചെയ്യും. മിക്ക ഡി ബ്ലോക്ക് മൂലകങ്ങളുടെയും സംയുക്തങ്ങൾ, ഹാഷിമെ മ്യൂട്ട് ചെയ്യും. മിക്ക ഡി ബ്ലോക്ക് മൂലകങ്ങളുടെയും 1 മിനിറ്റ് ഞാൻ അവനെ മൂട്ടാക്കട്ടെ. മിക്ക ഡി ബ്ലോക്ക് മൂലകങ്ങളുടെയും സംയുക്തങ്ങൾ എന്ത് കാണിക്കുന്നുണ്ട്? നിറം കാണിക്കുന്നുണ്ട്. നിറമുള്ള സംയുക്തങ്ങൾ നൽകുന്നവയാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ. കണ്ടോ? കോപ്പർ സൾഫേറ്റ്, ഫെറസ് സൾഫേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഒരാൾക്കൊഴികെ, സിങ്കിനൊഴികെ. സിങ്കിന്റെ സംയുക്തങ്ങൾക്ക് ഒന്നും നിറമില്ല. അതിപ്പോ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അതിന്റെ കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് ഈ കളർ വന്നത്, എങ്ങനെയാണ് കളർ വരുന്നത് എന്ന കാര്യമൊക്കെ ഹയർ ക്ലാസ്സിലെ പഠിക്കൂ. ഇപ്പൊ ഇത്ര ഓർത്താൽ മതി. അവ കളേർഡ് കോമ്പൗണ്ട്സ്, നിറമുള്ള സംയുക്തങ്ങൾ നൽകുന്നു. ഒരാൾ മാത്രം തരത്തില്ല ഡി ബ്ലോക്ക് മൂലകങ്ങളിൽ. ആര് മാത്രം? സിങ്ക് മാത്രം നൽകത്തില്ല. സിങ്കിന്റെ സംയുക്തങ്ങൾക്ക് നിറം ഇല്ല, വെള്ള കളറാണ്. കെമിസ്ട്രിയിൽ നിറമില്ല എന്ന് പറഞ്ഞാൽ വെള്ള കളറിനെയാണ് നമ്മൾ നിറമില്ല എന്ന് പറയുക. വെള്ള കളറാണെങ്കിൽ അതിന് നിറമില്ല എന്നാണ്, കളർലെസ് എന്നാണ് പറയുക. ഓക്കെ, അപ്പം സിങ്കിന്റെ സംയുക്തങ്ങൾക്കെല്ലാം വൈറ്റ് കളറാണ്. സിങ്കിന്റെ സംയുക്തങ്ങൾക്ക് നിറം ഇല്ല, കളർലെസ്, നിറമില്ലാത്തതായിട്ടാണ് പറയുന്നത്. ഇതും വലിയ പ്രാധാന്യമുള്ളതല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇൻഫാക്ട് പരീക്ഷയ്ക്ക് ചിലപ്പോൾ 1 വേർഡ് ആയിട്ട് ചോദിക്കാം. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഇപ്പൊ ഡി ബ്ലോക്ക് എല്ലാം കഴിഞ്ഞു. എസ് ബ്ലോക്ക് കഴിഞ്ഞു, പി ബ്ലോക്ക് കഴിഞ്ഞു, ഡി ബ്ലോക്ക് കഴിഞ്ഞു. ഇനി ഏറ്റവും അവസാനത്തെ കാര്യം എഫ് ബ്ലോക്ക്. എന്താണ് എഫ് ബ്ലോക്ക്? അപ്പൊ നിങ്ങൾക്ക് എഫ് ബ്ലോക്ക് എന്നുള്ള പേരിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. എഫ് ബ്ലോക്ക് അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേരുന്നത് എഫ് സബ്ഷെല്ലിലായിരിക്കും. അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലായിരിക്കും വന്നു ചേരുക? എഫ് സബ്ഷെല്ലിലായിരിക്കും വന്നു ചേരുക. ഇതിന്റെ അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേരുക മിക്കവാറും ഇത് ഇങ്ങനെയായിരിക്കും. ഇത് ഇങ്ങനെ 4f 5d 6s. 4f മുതലാണ് എഫ് സബ്ഷെല്ലുള്ളൂ. 1s ഉണ്ട്, 2s ഉണ്ട്, 2p ഉണ്ട്, 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്, 4s ഉണ്ട്, 4p ഉണ്ട്, 4d ഉണ്ട്. 4f മുതലാണ് എഫ് സബ്ഷെല്ല് തുടങ്ങുന്നത്. അതിന്റെ ഇങ്ങനെയായിരിക്കും വരിക. 4f 5d 6s എന്ന് വരും. എന്നിട്ട് 6sലാണ് ഇലക്ട്രോൺ വെക്കും, 5dയിൽ ഇലക്ട്രോൺ വെക്കും, അവസാനം 4f വന്നു ചേരും. എങ്ങനെ? 6s നിറക്കും, 5d വെക്കും, 4f വരും. അങ്ങനെ എഫ് സബ്ഷെല്ലിലാണ്. എഫ് സബ്ഷെല്ലുകളിൽ വന്ന് ഇലക്ട്രോൺ നിറഞ്ഞാൽ അതിനെ എഫ് ബ്ലോക്ക് മൂലകങ്ങൾ എന്നാണ് വിളിക്കുക. എഫ് ബ്ലോക്ക് മൂലകങ്ങൾ. അടുത്ത രണ്ടാമത്തെ പ്രത്യേകത, അവക്ക് ഗ്രൂപ്പില്ല. അവക്ക് ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടുത്തിയിട്ടില്ല. പീരിയോഡിക് ടേബിളിൽ എത്ര ഗ്രൂപ്പ് ഉണ്ട്? 18 ഗ്രൂപ്പ് ഉണ്ട്.
ഈ 18 ഗ്രൂപ്പിലും ഉൾപ്പെടുത്താത്ത മൂലകങ്ങളാണ് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ. അവരെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതായത് പീരിയോഡിക് ടേബിളിന്റെ അടിവശത്തായി 2 സെപ്പറേറ്റ് റോകളിലാണ് കാണിക്കുക. 2 സെപ്പറേറ്റ് നിരകളായിട്ട് കാണിച്ചിരിക്കുന്നു. നോക്കൂ, ഇത് കണ്ട, ഇതൊക്കെയാണ് ഗ്രൂപ്പ്. ഇങ്ങനത്തെ കോളം. ഏറ്റവും അവസാനം നിങ്ങളൊന്ന് നോക്കിക്കേ, ഒരു കോളത്തിലും ഉൾപ്പെടുത്താതെ 2 നിരകളെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ടെക്സ്റ്റിലെടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാൽ കാണാം ഏറ്റവും അവസാനം 2 നിര. ഇത് വല്ല ഗ്രൂപ്പിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ആദ്യത്തെ നിരയെയും രണ്ടാമത്തെ നിരയെയും? ഇല്ല, സെപ്പറേറ്റ് ആയിട്ട് അടിയിലിട്ടിരിക്കുകയാണ്. അപ്പൊ ഇവർക്ക് ഗ്രൂപ്പില്ല. എഫ് ബ്ലോക്ക് മൂലകങ്ങൾക്ക് ഗ്രൂപ്പില്ല. അവർക്ക് പക്ഷേ പിരീഡ് ഉണ്ട്. അവർക്ക് എന്തുണ്ട്? പിരീഡ് ഉണ്ട്. അത് ഒരെണ്ണം 6ാമത്തെ പീരീഡ്, മറ്റേത് 7ാമത്തെ പീരീഡ്. ഒരെണ്ണം ആദ്യത്തെ ഈ കാണുന്നത് 6ാമത്തെ പീരീഡ് എന്നാ പറയുക. നോക്കൂ, ഏതൊക്കെയാ പീരിയോഡിക് ടേബിളിലെ പീരീഡ്? ഈ കാണുന്നത് പീരീഡാണ് 1. ഈ കാണുന്ന പീരീഡാണ്, നോക്കണേ, ഈ കാണുന്ന പീരീഡാണ് 2. ഈ കാണുന്ന പീരീഡാ 3, 4, 5, 6, 7 പീരീഡാ ഉള്ളത്. 18 ഗ്രൂപ്പ് കൊണ്ട് 7 പീരീഡ് ഉണ്ട്. ഇവരിൽ ആദ്യത്തെ ആളെ നമ്മൾ 6ാമത്തെ പീരീഡ് എന്നാ പറയുക. 6ാമത്തെ പീരീഡിന്റെ കണ്ടിന്യൂവേഷനാണ്. രണ്ടാമത്തെ അടിയിൽ കിടക്കുന്ന ആളുണ്ടല്ലോ, ആദ്യം 2 സെപ്പറേറ്റ് നിരകളാണ്. രണ്ടാമത്തെ പീരീഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് 7ാമത്തെ പീരീഡിന്റെ തുടർച്ചയാണ്. അപ്പൊ 6ന്റെയും 7ന്റെയും തുടർച്ചയായിട്ടാണ് അടിയിൽ കിടക്കുന്നത്. മനസ്സിലായോ? 6ന്റെയും 7ന്റെയും തുടർച്ചയായിട്ട് എഫ് ബ്ലോക്ക് മൂലകങ്ങളെ അടിയിലായിട്ട് ഇട്ടിരിക്കുക. ഇപ്പൊ ഞാനൊന്ന് കാണിച്ചു തരാം. അതിന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പീരിയോഡിക് ടേബിളിന്റെ സാമ്പിള്. ഇങ്ങനെ ആദ്യം ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ ഹൈഡ്രജൻ എന്നാ, ഹൈഡ്രജൻ. ഇപ്പറെ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ട്, ഹീലിയം 18ാമത്തെ ഗ്രൂപ്പ്. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ഫസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഗ്രൂപ്പ് നമുക്ക് ഇങ്ങനെ കാണാം, ലിഥിയമാണ്. ഇവിടെ നമുക്ക് ഇതേപോലെ നമുക്ക് കാണാം ലിഥിയം. ആരൊക്കെ വന്ന് ലിഥിയം കഴിഞ്ഞാൽ അടുത്ത ഇവിടെ ഉണ്ട് ബെറിലിയം. പിന്നെ ഇങ്ങോട്ടില്ല. ഇങ്ങനെയാണ് പീരിയോഡിക് ടേബിളിന്റെ സാമ്പിൾ ഞാൻ ചിത്രീകരിച്ച് കാണിക്കുക നിങ്ങളെ. കണ്ട, ഇത്തരത്തിലാണ് പീരിയോഡിക് ടേബിൾ പോവുക. ഓക്കെ, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം. കണ്ടോ, ഇതാണ് പീരിയോഡിക് ടേബിളിന്റെ ഒരു സാമ്പിൾ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ കണ്ടോ, ഇത് 1ാമത്തെ ഗ്രൂപ്പ്, ഇത് 2ാമത്തെ ഗ്രൂപ്പ്. ഇതെത്രയാ? ഇത് 3, ഇത് 4, 5, 6, 7, 8, 9, 10, 11, 12. ഇത് 13, 14, 15, ഇങ്ങനെ 15, 16, 18 വരെ. ഇത് ഏത് ബ്ലോക്കാ? ഇടത് സൈഡിൽ കിടക്കുന്നത് എസ് ബ്ലോക്ക്. ഇതേത് ബ്ലോക്കാ? വലത് സൈഡിൽ പി ബ്ലോക്ക്. 1 മുതൽ 2 വരെ ഫസ്റ്റും 2ഉം എസ് ബ്ലോക്ക്. അപ്പുറത്ത് 13 മുതൽ 18 വരെ അപ്പുറത്തെ സൈഡിൽ കിടക്കുന്നത് പി ബ്ലോക്ക്. ഇവിടെ ഇടക്കുള്ളത് 3 മുതൽ 12 വരെ ഡി ബ്ലോക്ക്. അപ്പൊ നോക്കിക്കോ, കണ്ടോ, എസ് ബ്ലോക്ക് ഇതാ, പി ബ്ലോക്ക് ഇതാ, ഇങ്ങനെ. അപ്പൊ ഈ ഡി ബ്ലോക്ക് മൂലകങ്ങൾ തുടങ്ങുന്നത് തന്നെ 4ാമത്തെ പീരീഡ് കൊണ്ടാണ്. 1, 2, 3 കഴിഞ്ഞിട്ട് 4ാമത്തെ പീരീഡ് മുതലാണ് ഡി ബ്ലോക്ക് തുടങ്ങുന്നത്. അത് കഴിഞ്ഞാൽ അടുത്തൊരു പീരീഡ് കൂടെ ഉണ്ട്, 5ാമത്തെ പീരീഡ്. അതും കഴിഞ്ഞുള്ള 6ാമത്തെ പീരീഡ് നിങ്ങൾ പീരിയോഡിക് ടേബിളിൽ നോക്കിയാൽ മനസ്സിലാക്കാം. 6ാമത്തെ പീരീഡ്, 6ാമത്തെ പീരീഡിന്റെ അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന കാണാം, ലന്താനം ടു ലുട്ടീഷ്യം. കണ്ടോ? അതുപോലെ 7ാമത്തെ പീരീഡിന്റെ അവിടെ കൊടുത്തിരിക്കുന്ന കാണാം, ആക്ടീനിയം ടു ലോറൻഷ്യം. ഇതാണ് ഈ ലന്താനം പീരിയോഡിക് ടേബിളിന്റെ 6ാമത്തെ പീരീഡ്. 6ാമത്തെ പീരീഡ് ഇവിടെ കിടക്കും. 6ാമത്തെ പീരീഡ്, പിന്നെ 7ാമത്തെ പീരീഡ്. 6ാമത്തെ പീരീഡിന്റെ കണ്ടിന്യൂവേഷൻ ആണ് സെപ്പറേറ്റ് എഫ് ബ്ലോക്ക് ആയിട്ട് തിരിച്ചിട്ടിരിക്കുന്നത്. 7ാമത്തെ പീരീഡിന്റെ കണ്ടിന്യൂവേഷൻ ആണ് അതിന്റെ അടിയിൽ സെപ്പറേറ്റ് എഫ് ബ്ലോക്ക് ആയിട്ട് തിരിച്ചിട്ടിരിക്കുന്നത്. അപ്പൊ 6ാമത്തെ പീരീഡിൽ അറ്റോമിക നമ്പർ 57 ലാന്ധനം. അറ്റോമിക നമ്പർ എത്രയുള്ള ലാന്ധനം എന്നാ പറയാ? അറ്റോമിക് നമ്പർ 57 ലാന്ധനം. അറ്റോമിക് നമ്പർ 57 ലാന്ധനം മുതലുള്ള 15 മൂലകങ്ങള്, വേണ്ട 14 എന്ന് കരുതിയാലും മതി.
14 മൂലകങ്ങളെ കണ്ടോ, 6ാമത്തെ പീരീഡില് 14 മൂലകങ്ങളെ ആദ്യത്തെ റോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആ ലാന്തനത്തിന് ശേഷം വരുന്ന അറ്റോമിക് നമ്പർ 57 ആണ് ലാന്തനം. അതിനുശേഷം വരുന്ന 58, 59, 60 അങ്ങനെ 71 വരെയുള്ള മൂലകങ്ങളെ അറ്റോമിക് നമ്പർ ലാന്തനം 57 അത് മുതൽ 58, 59 മുതൽ 71 വരെയുള്ള മൂലകങ്ങളെ ആദ്യത്തത് ഇവിടെ സെപ്പറേറ്റ് റോ ആയിട്ട് വെച്ചിരിക്കുകയാണ്. ലാന്തനത്തിന് ശേഷം വരുന്ന ഈ മൂലകങ്ങളെ വിളിക്കുന്ന പേരാണ് ലാന്തനോയിഡുകൾ. എന്താ വിളിക്കുക? ലാന്തനോയിഡുകൾ. ഇവിടെ കാണുന്ന ആദ്യത്തെ ആളെ ലാന്തനത്തിന് ശേഷമുള്ള ആളുകളെ വിളിക്കുന്ന പേരാണ് ലാന്തനോയിഡുകൾ എന്ന് വിളിക്കും. അതുപോലെ 7ാമത്തെ പീരീഡിൽ ആക്ടീനിയം മുതൽ 7ാമത്തെ പീരീഡിൽ ആര് മുതൽ? ഞാൻ ഇംഗ്ലീഷിലാണല്ലോ എഴുതിയത്. ആക്ടീനിയം 7ാമത്തെ പീരീഡിൽ ആക്ടീനിയം മുതൽ ആക്ടീനിയത്തിന്റെ അറ്റോമിക് നമ്പർ 89. നിങ്ങൾ പീരിയോഡിക് ടേബിൾ എടുത്തു വെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കാണാം. ആക്ടീനിയത്തിന്റെ അറ്റോമിക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് 89. അത് മുതൽ 103 വരെയുള്ള 89 മുതൽ 103 വരെ ലോറൻഷ്യം 103 വരെ ലോറൻഷ്യമാണ്. അതുവരെയുള്ള മൂലകങ്ങളെ അതിന്റെ അടിയിൽ ഇട്ടിരിക്കുക. ആക്ടീനിയം 89 അങ്ങനെ പോവുക. ലോറൻഷ്യം വരെയുള്ള 103 വരെയുള്ള മൂലകങ്ങളെ അടിയിലിട്ടിരിക്കുന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ടിനോയിഡുകൾ. എന്താ വിളിക്കുക? ആക്ടിനോയിഡുകൾ. അതായത് ഒന്നും കൂടെ പറയാം. 6ാമത്തെ പീരീഡിലുള്ള ലാന്തനം അത് മുതൽ കുറച്ച് മൂലകങ്ങളുണ്ട്. ലാന്തനം, സീറിയം, പ്രാസിഡോഡീമിയം, നിയോഡീമിയം, പ്രോമിത്യം, സമേറിയം, യൂറോപ്യൻ, ഗഡോലിനിയൻ, ടെർബിയൻ, ഡിസ്പേഴ്സിയം, ഹോൾമിയം, മെർബിയൻ, ടുളിയൻ, ലുട്ടീഷ്യം എന്ന് പറഞ്ഞുകൊണ്ടും കുറച്ച് മൂലകങ്ങളുണ്ട്. ആ മൂലകങ്ങൾ ഇത് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് റൂട്ടായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ലാന്തനം മുതൽ ലുട്ടീഷ്യം വരെ. ലാന്തനം മുതൽ ലുട്ടീഷ്യം വരെ ആ മൂലകങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാന്തനോയിഡുകൾ എന്ന് വിളിക്കും. അതുപോലെ 7ാമത്തെ പീരീഡിലുള്ള ആക്ടീനിയത്തിന് ശേഷമുള്ളവ, ആക്ടീനിയം 7ാമത്തെ പീരീഡിൽ ആക്ടീനിയം ഉള്ളത്. ആ ആക്ടീനിയം മുതൽ ലോറൻഷ്യം വരെ ഉള്ളതിന് വേറെ ഒരു സെപ്പറേറ്റ് പീരീഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ടിനോയിഡുകൾ. എന്താ വിളിക്കുക? ആക്ടിനോയിഡുകൾ. അപ്പൊ എഫ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ്. ഒന്ന് ലാന്തനോയിഡുകള്, മറ്റൊന്ന് ആക്ടിനോയിഡുകൾ. ഒന്ന് ഏതാണ്? ലാന്തനോയിഡുകളും മറ്റൊന്ന് ആക്ടിനോയിഡുകളുമാണ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? ഞാൻ ഓടിച്ചു പറഞ്ഞാണ്? ഇല്ല. സംശയം ഉണ്ടെങ്കിൽ പറയണേ. അത് വലിയ കാര്യമില്ലേ, വലുതായിട്ട് ചോദിക്കാറില്ല. ഇനി അടുത്ത പ്രത്യേകത, ഈ എഫ് ബ്ലോക്ക് മൂലകങ്ങളിൽ നമ്മൾ പറഞ്ഞു ലാന്തനോയിഡ് കൊണ്ട് ആക്ടിനോയിഡ് കൊണ്ട്. ഈ ആക്ടിനോയിഡുകളിൽ കൂടുതലും ന്യൂക്ലിയർ റേഡിയോ ആക്റ്റീവ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ ആറ്റം ബോംബൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ താപവൈദ്യുത നിലയങ്ങളില്ലേ, ന്യൂക്ലിയർ നിലയങ്ങളൊക്കെ ഉണ്ട്. ന്യൂക്ലിയർ താപവൈദ്യുത നിലയങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഈ ആക്ടിനോയിഡുകളിൽ കൂടുതലും റേഡിയോ ആക്റ്റീവാ. അവിടെ നിന്ന് റേഡിയേഷൻ ഇങ്ങനെ വരുന്ന മൂലകങ്ങളാണ്. റേഡിയോ ആക്റ്റീവും കൃത്രിമമായി ഉണ്ടാക്കിയതുമാണ്, പ്രകൃതിയിലില്ല. ആക്ടിനോയിഡുകൾ എന്ന് പറയുന്നത് എല്ലാം തന്നെ പ്രകൃതിയിലില്ല. അവ റേഡിയോ ആക്റ്റീവാണ്. മിക്കവയും റേഡിയോ ആക്റ്റീവാണ്. കൂടുതലും നമ്മുടെ കൃത്രിമമായിട്ടുണ്ടാക്കിയതാണ്. പ്രകൃതിയിൽ വളരെ കുറച്ച് മാത്രമേ കാണപ്പെടുന്നുള്ളൂ ആക്ടിനോയിഡുകൾ. അതിൽ കുറച്ചൊക്കെ നമ്മൾ പെട്രോളിയം ഇൻഡസ്ട്രിയിലൊക്കെ ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ ആക്ടിനോയിഡുകളിൽ കുറച്ചൊക്കെ പെട്രോളിയം ഇൻഡസ്ട്രിയിൽ ഉൾപ്രേരകങ്ങളായിട്ടും ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ആക്ടിനോയിഡിൽ കുറെ എണ്ണം പെട്രോളിയം ഉണ്ടല്ലോ, പെട്രോളിയം ഉണ്ടാക്കുന്ന സന്ദർഭങ്ങളിൽ ഉൾപ്രേരകങ്ങളായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് എഫ് ബ്ലോക്ക് മൂലകങ്ങളെ കുറിച്ച് പറയാനുള്ളത്. ഇത് ജസ്റ്റ് നോർത്താൽ മതി, അങ്ങനെ ചോദിക്കാറില്ല, വലിയ ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമല്ല. ഓക്കെ, അപ്പൊ അടുത്തത് നമുക്ക് ഇനി അടുത്ത പാഠപുസ്തകത്തിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പേജ് നമ്പർ 28. ഇവിടെ എന്റെ അടുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കണം. മലയാളം മീഡിയത്തിന്റെ ടെക്സ്റ്റ് എന്റെ കയ്യിൽ ഇല്ല. ടെക്സ്റ്റ് ഓപ്പൺ ചെയ്ത് വെക്കണം. അപ്പൊ ആ 28ാമത്തെ ക്വസ്റ്റ്യൻ, 28ാം പേജിലെ ക്വസ്റ്റ്യൻ നമുക്ക് ടെക്സ്റ്റിൽ തന്നെ ചെയ്തു പോകാം. നിങ്ങൾക്ക് വരച്ചു വെക്കാനായിട്ട് സമയം വരും. അപ്പൊ 28ാമത്തെ നേരത്തെ പഠിച്ച എല്ലാ കാര്യങ്ങളും ചേർത്ത് കൊണ്ടുള്ള ആക്ടിവിറ്റിയാണ്. ഇവിടെ മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും? 28ാമത്തെ പേജ് എടുത്തോ. ടെക്സ്റ്റ് ബുക്കിൽ 28ാമത്തെ പേജ് ഒന്ന് എടുത്തേ. 28ാമത്തെ പേജ് എടുത്തല്ലോ? എടുത്തു. അപ്പൊ ആ 28ാമത്തെ പേജിൽ നമുക്ക് പീരിയോഡിക് ടേബിളിന്റെ ഒരു ഭാഗം കാണാം. ഇങ്ങനെയാ തന്നിരിക്കുന്നത് പീരിയോഡിക് ടേബിളിന്റെ ഒരു ഭാഗം. ഞാൻ ഇനിയും വരക്കണോ? അത് നോക്കൂ. ഇത് 1, 2, 3, 4 ഇവിടെ മുതൽ അപ്പറെ ഇങ്ങനെ തന്നിട്ടുണ്ട്. 13,
അല്ലെ 14, 15 ഇങ്ങനെ പീരിയോഡിക് ടേബിളിന്റെ ഒരു ഭാഗം തന്നിട്ടുണ്ട്. ഞാനത് കംപ്ലീറ്റ് വരച്ച് സമയം കളയുന്നില്ല, അത് എടുത്തു വെക്കണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ലിസ്റ്റ് ഔട്ട് ദ എസ് ബ്ലോക്ക് എലമെന്റ്. ഇതിനകത്തുള്ള എസ് ബ്ലോക്ക് മൂലകങ്ങളെ കണ്ടെത്തുക. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? എസ് ബ്ലോക്ക് മൂലകങ്ങളെ കണ്ടെത്തുക. എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയാൻ നമുക്കറിയാലോ, ഇവിടെ ഒന്നാമത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പുമാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ. ഒന്നാമത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പുമാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ. ഇടതു സൈഡിൽ കിടക്കുന്നവയാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ. അപ്പൊ ഏതൊക്കെയാണ് എസ് ബ്ലോക്ക് മൂലകം? പറയൂ. ഇങ്ങനെ തന്നിരിക്കുന്ന കണ്ടില്ലേ, പീരിയോഡിക് ടേബിൾ ഒക്കെ എടുത്തു വെച്ചോ, ക്വസ്റ്റ്യൻ എടുത്തു വെച്ചോ. എയും ബിയും ഒന്നാമത്തെ ഗ്രൂപ്പിലും രണ്ടാമത്തെ ഗ്രൂപ്പിലും ഏതാ കിടക്കുന്നത്? എയും ബിയും. യഥാർത്ഥത്തിൽ എയും ബിയും എന്ന് പറയുന്ന മൂലകങ്ങൾ ഇല്ല. അവിടെ നമുക്ക് ഇങ്ങനെ തന്നിരിക്കുക, എ എന്നും ബി എന്നും തന്നിരിക്കുക. അപ്പൊ എഴുതണം, അവിടെ കോമായിട്ട് എഴുതണം, എ കോമ ബി. എസ് ബ്ലോക്ക് മൂലകങ്ങൾ ഏതൊക്കെയാണ്? എ കോമ ബി. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ തന്നെ ആൻസർ പറയണേ. ഏത് മൂലകമാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അവിടെ തന്നെ ആൻസർ എഴുതുക. എ കോമ ബി എഴുതിയോ? എ കോമ ബി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഏത് മൂലകമാണ് +2 ഓക്സീകരണാവസ്ഥ കാണിക്കുക? ഏത് മൂലകമാണ് +2 ഓക്സീകരണാവസ്ഥ കാണിക്കുക? പറയാവോ? 12 ആണോ? അല്ല. ആർക്കെങ്കിലും പറയാവോ ഏത് മൂലകമാണ് +2 ഓക്സീകരണാവസ്ഥ കാണിക്കുക? ആലിയ പറയൂ. ഡി. ശ്രദ്ധിച്ചോ, അതെങ്ങനെ കണ്ടുപിടിക്കും? ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിൽ 1 ഇലക്ട്രോൺ. അപ്പൊ അവർ 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അപ്പൊ അതിന്റെ ഓക്സീകരണാവസ്ഥ +1. രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോൺ. അപ്പൊ അവർ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും, +2 ഓക്സീകരണാവസ്ഥ. ഇനി 1ഉം 2ഉം കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പറയുന്നത് 13ആം ഗ്രൂപ്പാണ്. 13ന്റെ ബാഹ്യതമ ഷെല്ലിൽ 3 ഇലക്ട്രോണാ ഉള്ളത്. 13ന്റെ എത്രയാണ്? 3. 3ഉം 4ഉം 5ഉം 6ഉം 7ഉം ഒക്കെ ഡി ബ്ലോക്കാ. അത് കൂട്ടരുത്. അടുത്ത പി ബ്ലോക്കിലോട്ട് പോയാൽ മതി. 13ന്റെ ബാഹ്യതമ ഷെല്ലിൽ 3 ഇലക്ട്രോൺ ആണ്. അപ്പൊ അത് 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും, +3 ഓക്സീകരണാവസ്ഥ. 14ന്റെ ബാഹ്യതമ ഷെല്ലിൽ 4 ഇലക്ട്രോൺ ആണ്. അപ്പൊ ഒന്നില്ലെങ്കിൽ 4 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും, അല്ലെങ്കിൽ 4 ഇലക്ട്രോണിനെ സ്വീകരിക്കും. അപ്പൊ +4 -4 ഓക്സീകരണാവസ്ഥ. 15ന്റെ ബാഹ്യതമ ഷെല്ലിൽ 5 ഇലക്ട്രോൺ ആണ്. അതുകൊണ്ട് 8 കിട്ടാനായിട്ട് 3 ഇലക്ട്രോണിനെ സ്വീകരിക്കും. അപ്പൊ -3 ഓക്സീകരണാവസ്ഥ. 16ന്റെ ബാഹ്യതമ ഷെല്ലിൽ 6 ഇലക്ട്രോൺ ആണ്. അപ്പം അഷ്ടകം പൂർത്തിയാക്കാൻ 8 ആക്കാനായിട്ട് 2 ഇലക്ട്രോണിനെ സ്വീകരിക്കും, -2. കണ്ടോ, ഇത്തരത്തിലാ പോവുക. 1ന്റെയും 2ന്റെയും +1ഉം +2ഉം. 13ന്റേത് +3, 14, 15 അങ്ങനെ അങ്ങോട്ട് പോവുക. ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇപ്പം ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ള ആൻസർ ഞാൻ പറയാം. ഏത് മൂലകങ്ങൾക്കാണ് +2 ഓക്സീകരണാവസ്ഥ കാണിക്കുക? ബി. ആൻസർ ബി ആണ്. ഓക്കെ, ബി എഴുതിയോ? അടുത്തത് ബാഹ്യതമ ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉള്ള മൂലകം ഏത്? ബാഹ്യതമ ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉള്ള മൂലകം ഏത്? പറയാവോ? എന്റെ പൊന്നെ നമിച്ച് എടേ, ഇപ്പൊ ഒന്ന് പറഞ്ഞു നിർത്തിയല്ല. ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിൽ 1 ഇലക്ട്രോൺ. രണ്ടാം ഗ്രൂപ്പിന്റെ ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോൺ. 13ആം ഗ്രൂപ്പിന്റെ ബാഹ്യതമ ഷെല്ലിൽ 3 ഇലക്ട്രോൺ. 14ന്റെ ബാഹ്യതമ ഷെല്ലിൽ 4 ഇലക്ട്രോൺ. 15ന്റെ ബാഹ്യതമ ഷെല്ലിൽ 5 ഇലക്ട്രോൺ. 16ന്റേതിൽ 6, 17ന്റേതിൽ 7, 18ന്റേതിൽ 8. കണ്ട, 1, 2, 13 മുതൽ 18 വരെ ഡി ബ്ലോക്ക്. അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് അങ്ങനെ പറയണ്ട. ബാഹ്യതമ ഷെല്ലിൽ അത് 2 ഇലക്ട്രോൺ ആയിരിക്കും ഡി ബ്ലോക്കിന്റെ ഒക്കെ വരിക. അപ്പൊ 1ന്റെ ബാഹ്യതമ ഷെല്ലിൽ 1 ഇലക്ട്രോൺ, ഇതല്ലേ ഒന്നാം ഗ്രൂപ്പ്. 2ന്റെ ബാഹ്യതമ ഷെല്ലിൽ 2, 13ന്റേതിൽ 3, 14ന്റേതിൽ 4, 15ന്റേതിൽ 5, 16, 6, 17, 7, 18, 8. നോക്കൂ, അപ്പൊ ബാഹ്യതമ ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉള്ളത് ഏതിനാ? 15ആം ഗ്രൂപ്പ് മൂലകമായിട്ടുള്ള ഈക്കാണ്. ഇനിയും തെറ്റ് പറയരുതേ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയേനെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഏത് മൂലകങ്ങൾക്കാണ് 5p ഇലക്ട്രോൺ ബാഹ്യതമ ഷെല്ലിലുള്ളത്? 5p ഇലക്ട്രോൺ, 5
പി ഇലക്ട്രോൺ 5p ഇലക്ട്രോൺ 5p ഇലക്ട്രോൺ ബാഹ്യതമ ഷെല്ലിലുള്ളത് ഏത് മൂലകങ്ങൾക്കാണ്? 5p ഇലക്ട്രോൺ ബാഹ്യതമ ഷെല്ലിലുള്ളത് ഏത് മൂലകങ്ങൾക്കാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബാഹ്യതമ ഷെല്ലിൽ എങ്ങനെയായിരിക്കും വരിക? P5 ഒരു മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം P5 എന്ന് പറഞ്ഞാൽ അത് P ബ്ലോക്കാണ്. അത് ഏത് ബ്ലോക്കിലാ പെടുക? P5. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഗ്രൂപ്പ് എത്രയായി? P5 എന്ന് പറയുന്ന മൂലകത്തിന്റെ ഗ്രൂപ്പ് എത്രയാ? 12 കൂടെ കൂട്ടണം. പഠിപ്പിച്ചിട്ടുണ്ട്. 12 കൂടെ. P ബ്ലോക്ക് ആണെങ്കിൽ 12 കൂടെ കൂട്ടണം. അപ്പൊ 17ാം ഗ്രൂപ്പ് മൂലകമാണ്. 17ാം ഗ്രൂപ്പ് മൂലകം. ഈ കൂട്ടത്തിൽ 17ാം ഗ്രൂപ്പ് മൂലകം ഏതാണ്? G ആണ് അല്ലെ? G. അടുത്തത് ഏത് മൂലകങ്ങൾക്കാണ് അവസാനത്തെ ഇലക്ട്രോൺ ഡി സബ്ഷെല്ലിൽ വന്നു ചേരുന്നത്? അല്ലെ? ഏത് മൂലകങ്ങൾക്കാണ്? ഏതാ? സിയും ഡിയും. ഡി ബ്ലോക്ക് ഏതാണെന്നാണ് ചോദിച്ചത്. ഡി ബ്ലോക്ക് സിയും ഡിയും. ആൻസർ സിയും ഡിയും. ടെക്സ്റ്റിൽ തന്നെ ആൻസർ എഴുതി വെക്ക്. C, D. അടുത്ത ക്വസ്റ്റ്യൻ നമുക്കിതൊന്ന് ചെയ്തിട്ട് പോവാതെ. ഏത് മൂലകത്തിനാണ് അയോണീകരണ ഊർജം കൂടുതൽ? ഏത് മൂലകത്തിന് അയോണീകരണ ഊർജം കൂടുതൽ പറയാവോ? H. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പീരിയോഡിക് ടേബിളിൽ ഇങ്ങോട്ട് പോകും തോറും അയോണീകരണ ഊർജം കൂടും. അപ്പൊ ഏറ്റവും അയോണീകരണ ഊർജം H-നാണ് കൂടുതൽ. അതും പറഞ്ഞു തന്നിട്ടുള്ളതാ. വലത്തെ സൈഡിൽ കിടക്കുന്നവർക്കായിരിക്കും ഏറ്റവും അയോണീകരണ ഊർജം കൂടുതൽ. H-നാണ് ഏറ്റവും അയോണീകരണ ഊർജം കൂടുതൽ. കോപ്പി അടിച്ച് പറയരുത്. ഏറ്റവും വലത്തെ സൈഡിൽ കിടന്നാൽ ഏറ്റവും അയോണീകരണ ഊർജം കൂടുതൽ. ഇടതു സൈഡിൽ കിടക്കുന്നവർക്ക് അയോണീകരണ ഊർജം കുറവാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഏതാണ് പെട്ടെന്ന് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന അലോഹം? ഏതാണ് പെട്ടെന്ന് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന അലോഹം? ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഞാൻ പറഞ്ഞു എസ് ബ്ലോക്ക് എല്ലാം ലോഹങ്ങളാണ്. എസ് ബ്ലോക്ക് എല്ലാം എന്താണ്? ലോഹങ്ങളാണ്. പി ബ്ലോക്കിലോട്ട് ഇങ്ങോട്ട് വരുന്തോറും ലോഹ സ്വഭാവം കുറയുന്നു. ഇങ്ങോട്ട് വരുന്തോറും പീരിയോഡിക് ടേബിളിന്റെ ഇടത്തെ സൈഡിലാണ് മുഴുവൻ ലോഹം കിടക്കുന്നത്. ഇങ്ങോട്ട് വരുന്തോറും കൂടുതൽ അലോഹങ്ങളാണ്. ഇങ്ങോട്ട് വരുന്തോറും അലോഹങ്ങൾ. അപ്പൊ ഇങ്ങോട്ട് വരുന്തോറും എന്ത് ചെയ്യുന്നു? ലോഹത്തിന്റെ സ്വഭാവം കുറയുന്നു. നമ്മുടെ എസ് ബ്ലോക്ക് എല്ലാം ലോഹങ്ങളല്ലേ? സോഡിയവും പൊട്ടാസ്യവും എല്ലാം ലോഹങ്ങളാ. ഇവിടെയാണ് നമ്മുടെ വാതകങ്ങൾ, ഓക്സിജനും ഫ്ലൂറിനും ക്ലോറിനും ഒക്കെ കിടക്കുന്നത്. അവയെല്ലാം അലോഹവാ. ഇവിടെ എസ് ബ്ലോക്ക്, ഇവിടെ പി ബ്ലോക്ക്. അപ്പം ലോഹങ്ങളിൽ നിന്നും അലോഹങ്ങളിലോട്ട് പോവുക. ലോഹ സ്വഭാവം കുറയുക. അതിന്റെ അർത്ഥം ഏറ്റവും രാസപ്രവർത്തന ശേഷിയുള്ള അലോഹങ്ങൾ ഇവിടെയാ കിടക്കുക അല്ലേ? ലോഹമല്ല ഇവിടെ കിടക്കുക. ഇവിടെ കിടക്കുന്നത് അലോഹം. ഇപ്പൊ ഇങ്ങോട്ട് പോകുന്തോറും അലോഹങ്ങളല്ലേ കൂടുതൽ? രാസപ്രവർത്തന ശേഷി കൂടിയ അലോഹങ്ങൾ ഇവിടെയാ. രാസപ്രവർത്തന ശേഷി കൂടിയ ലോഹങ്ങൾ ഇവിടെയാ. ലോഹം ഇടതു സൈഡിൽ, അലോഹം എവിടാ? വലതു സൈഡിൽ. ഇപ്പൊ രാസപ്രവർത്തന ശേഷി കൂടിയ പെട്ടെന്ന് രാസപ്രവർത്തനം നടക്കുന്നത് ഏറ്റവും വലത്തെ സൈഡിൽ കിടക്കുന്ന ആളായിരിക്കും. എച്ച് കൊടുക്കരുത്. H 18ാം ഗ്രൂപ്പാണ്. അത് അലസവാതകങ്ങളാണ്. അത് പ്രവർത്തിക്കത്തില്ല. H കൊടുക്കരുത്. H ഏതാ? 18ാം ഗ്രൂപ്പാണ്. അത് കൊടുക്കരുത്. അത് ഒഴിവാക്കണം. അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടത്തില്ല. അലസവാതകങ്ങളാണ്. H ഒഴിവാക്കി വെക്കുക. 18ാം ഗ്രൂപ്പിനെ ഒഴിവാക്കുക. G ആണ്. അതിന് G ആണ്. പെട്ടെന്ന് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന അലോഹം G ആണ്. അപ്പൊ എന്റെ ചോദ്യം, പെട്ടെന്ന് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ലോഹം ഏതാ? കറക്റ്റ്. ഇതായിരിക്കും പെട്ടെന്ന് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ലോഹം. ഇതായിരിക്കും പെട്ടെന്ന് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന അലോഹം G. H ഒന്നും പറയരുത്. അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുത്തത്തേ ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഏത് മൂലകമാണ് -2 ഓക്സീകരണാവസ്ഥ കാണിക്കുന്നത്? ഏത് മൂലകമാണ് -2 ഓക്സീകരണാവസ്ഥ കാണിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു 1 2. 1 + 1, 2 + 2, 13 + 3, 14 + 4 അല്ലെങ്കിൽ -4, 15 ആകുമ്പോൾ 5 ഉണ്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, ബാഹ്യതമ ഷെല്ലിൽ. അപ്പൊ 3 ഇലക്ട്രോണിനെ സ്വീകരിക്കും. -3. 16ാം ഗ്രൂപ്പിൽ പെടുന്ന എഫിനാണ് -2 ഓക്സീകരണാവസ്ഥ. കണ്ടോ? +1, +2, +3, +4, -4,
-3 -2 -1 അങ്ങനെയാ പോവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അപ്പുറത്തെ പേജിലാണേ. അപ്പുറത്തെ പേജ് മറിക്കുക. എടാ മോനെ സുധീർ, ആ അപ്പുറത്തെ പേജിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാവോ? 15-ാം പേജില്, സോറി 29-ാം പേജില്. സുൽഫി സുധീർ ആരാ? സുൽഫിനെ ഞാൻ ചോദിച്ചത്. അവൻ പോയാന്ന് നോക്കണ്ടേ? സുൽഫി ഇല്ലേ? സുൽഫിനെ ഞാൻ പൊക്കിക്കോളാം കേട്ടോ. അടുത്തത് റുഫൈദ ഉണ്ടോ? റുഫൈദ ഉണ്ട് സാറേ. ആ ക്വസ്റ്റ്യൻ ഒന്ന് ഒച്ചത്തെ വായിച്ച അപ്പുറത്തെ പേജിൽ കിടക്കുന്ന ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതിൽ ഒരു മൂലകത്തിന്റെ അവസാന സബ്ഷെൽ ഘടന 2s2 2p6 മൂലകം ഏത്? ഇതിൽ ഒരു മൂലകത്തിന്റെ അവസാന സബ്ഷെൽ ഘടന 2s2 2p6 മൂലകം ഏത്? അല്ലേ? അങ്ങനെയാണെന്ന് നോക്കിയേ, അവസാന സബ്ഷെൽ ഘടന 2s2 2p6 അല്ലേ? അത് പി ബ്ലോക്കാ. അതേത് ബ്ലോക്കാ? പി ബ്ലോക്ക്. പി ബ്ലോക്ക് ആണെങ്കിൽ നമുക്കറിയാം ഗ്രൂപ്പ് കണ്ടുപിടിക്കാം. ഗ്രൂപ്പ് കണ്ടുപിടിച്ചാൽ മതി. ഗ്രൂപ്പ് ഏതാ? 6. പി സബ്ഷെഡിൽ ഇലക്ട്രോണിന്റെ എണ്ണത്തോടൊപ്പം 12 കൂടെ കൂട്ടണം. 12 6 18. 18-ാം ഗ്രൂപ്പിലെ മൂലകമാണ് ആൻസർ. 18-ാം ഗ്രൂപ്പിലെ ഏത് മൂലകം ഇവിടെ തന്നിട്ടുണ്ട്? എച്ച്. ഏതാണ് ആൻസർ? എച്ച് ആണ്. അത് 18-ാം ഗ്രൂപ്പിലെ മൂലകമാണ്. ഇനി അടുത്തത്, ഈ മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. തന്നിട്ടുണ്ട് അവസാനത്തെ ഷെൽ ഇലക്ട്രോൺ വിന്യാസം 2s2 2p6. ബാക്കിയപ്പോ പൂർത്തീകരിച്ചാൽ മതി. 1s2 2s2 2p6 1s2 2s2 2p6. അവസാനം തന്നിട്ടുണ്ട്, ബാക്കി പൂർത്തീകരിക്കാൻ മേലെ. 1s2 2s2 2p6. അടുത്ത ക്വസ്റ്റ്യൻ. ഈ മൂലകത്തിന്റെ ഏതെങ്കിലും 2 രാസ സ്വഭാവം എഴുതുക. ഒന്ന് എന്താ? ഈ മൂലകം നമ്മൾ അലസവാതകമാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറയുക രാസപ്രവർത്തനത്തിൽ ഏർപ്പെടത്തില്ല. ഒന്നാമത്തെ പ്രത്യേകത നമുക്ക് കൊടുക്കാം. എന്ത് ചെയ്യാം? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടത്തില്ല. ഓക്കെ, ഒരു പ്രത്യേകത. പി ബ്ലോക്ക് മൂലകം. പി ബ്ലോക്ക് മൂലകമാണ്. അതൊക്കെ നമുക്ക് എഴുതാം. പി ബ്ലോക്ക് മൂലകമാണ്. അയോണീകരണ ഊർജം കൂടുതലാണ്. ഏറ്റവും കൂടുതലാണ്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടത്തില്ല. അല്ല, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പറയാം. ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ. സ്ഥിരതയുള്ളതാ. ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആണ്. ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോണാ? 8. അതുകൊണ്ട് സ്ഥിരതയുള്ളതാ. ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആണ്. അലസവാതകമാണ്. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കത്തില്ല. ഇതിൽ ഏത് വേണേലും എഴുതാം. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. അടുത്തത് പറഞ്ഞോട്ടെ. എ ജി, ഈ 2 മൂലകങ്ങൾ അവിടെ തന്നിട്ടുണ്ടല്ലോ, എയും ജിയും. ഇങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് തോന്നുന്നു. എ ജി, ഈ 2 മൂലകങ്ങൾ ചേർന്നുണ്ടാകുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എഴുതുക. എയും ജിയും ചേർന്നുണ്ടാകുന്ന സംയുക്തത്തിന്റെ എന്തെഴുതുക? രാസസൂത്രം. നോക്കൂ, എയും ജിയും ചേർന്നുണ്ടാകുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എഴുതണമെങ്കിൽ ആദ്യം നമ്മൾ ലോഹം എഴുതണം. ആദ്യം ആരാ എഴുതേണ്ടത്? ലോഹം. എ. ലോഹം എ ആണ്. അല്ലെ? എസ് ബ്ലോക്കിൽ പെടുന്ന എ ആണ് ലോഹം. രണ്ടാമത് അലോഹം എഴുതണം, ജി എഴുതണം. എന്നിട്ട് നമ്മൾ സംയോജകത അറിയണം. കേട്ടില്ലടാ. സംയോജകത അറിയണം. എയുടെ സംയോജകത 1. എയുടെ സംയോജകത എത്രയാ? 1. 1-ാം ഗ്രൂപ്പാണ്. സംയോജകത 1 ആണ്. അടുത്തത് ജി എന്ന് പറയുന്നത് 17-ാം ഗ്രൂപ്പാ. ജി എത്രാം ഗ്രൂപ്പാ? 17-ാം ഗ്രൂപ്പാ. അപ്പം ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ? 7 ഇലക്ട്രോൺ. ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ? 7 ഇലക്ട്രോൺ. 8 ആക്കാൻ, കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാൻ 8 ആക്കാൻ എന്ത് ചെയ്യും? 8 ആക്കാൻ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരുത്തണം. 1 സ്വീകരിക്കും. 1 എവിടെ വന്നെങ്കിലും സ്വീകരിക്കും. അപ്പം ഇതിന്റെ 7 1 കൂടെ ആകുമ്പോ 8 ആകത്തില്ലേ? അതാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ സ്വീകരിക്കാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് സംയോജകത. അപ്പൊ ഇവർ 7 ഉണ്ട്. ഒരെണ്ണം സ്വീകരിക്കുക ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സംയോജകത 1.
എ സംയോജകം ഞാൻ ഒരെണ്ണം മുകളിൽ എഴുതി, അല്ലെങ്കിൽ 1+ എന്ന് കൊടുക്കാം ഓക്സീകരണാവസ്ഥ. ഇവിടെ 1- എന്നും കൊടുക്കാം. ഇത് 1+, ഇത് 1-. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് രാസസൂത്രം എഴുതാനായിട്ട് സംയോജകത പരസ്പരം മാറ്റി കാലിന്റെ അടിയിൽ A1 G1, 1 ആണെങ്കിൽ കാണിക്കേണ്ട AG. ഓക്കെ, ഇനി ഇതിന്റെ അസസ്മെന്റ് ക്വസ്റ്റ്യൻ കൂടെ കൊണ്ട് പാഠം കഴിഞ്ഞു. അസസ്മെന്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ തനിയെ ചെയ്യേണ്ടതാ. അസസ്മെന്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിലയിരുത്തൽ ക്വസ്റ്റ്യൻ ഇല്ലേ, വിലയിരുത്തൽ ചോദ്യങ്ങൾ നിങ്ങൾ തനിയെ ചെയ്യേണ്ടതാണ്. ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. പരീക്ഷയ്ക്ക് മുമ്പ് പഠിപ്പിച്ച് തീർക്കാൻ പറ്റുമെങ്കിൽ, അതുകൂടെ ചെയ്യിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് തൃപ്തിയായതിനെ. അതുകൂടെ ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ശ്രമിക്കും. ഒരു എക്സ്ട്രാ ക്ലാസ് കൂടെ ചിലപ്പോൾ വെക്കേണ്ടി വരും. കാരണം ബുധനാഴ്ച പെരുന്നാൾ ആയതുകൊണ്ട് ക്ലാസ് ഉണ്ടാവില്ല. അപ്പൊ ആ ക്ലാസ് അങ്ങ് പോകും. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഒരു എക്സ്ട്രാ ക്ലാസ് കൂടെ എപ്പോഴെങ്കിലും വെക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് കുറച്ചൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നുണ്ട്. എഫ് ബ്ലോക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട, ബാക്കിയുള്ളത് കംപ്ലീറ്റ് പഠിച്ചിരിക്കണം, ചെയ്തിരിക്കണം. ഓക്കെ, നിങ്ങളുടെ പരീക്ഷ ഏത് ദിവസമാണ് പറഞ്ഞിരിക്കുന്നത്? യൂണിറ്റ് ടെസ്റ്റ് പെരുന്നാൾ കഴിഞ്ഞിട്ടല്ലേ യൂണിറ്റ് ടെസ്റ്റ്? യൂണിറ്റ് ടെസ്റ്റ് തുടങ്ങി സാറേ ഇന്നലെ മുതൽ. ഓക്കെ, എന്നാ ഓക്കെ, നിങ്ങൾ ലെഫ്റ്റ് അയക്കുമോ? ഞാൻ 50 മിനിറ്റ് കൊണ്ട് ക്ലാസ് നിർത്തിയിട്ടുണ്ട്. ഓക്കെ, ലെഫ്റ്റ്